പ്രധാനപ്പെട്ട സംഭവം ആയതുകൊണ്ടാണ് ഇതിന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും കൈമാറുക, അതുപോലെ അധ്യാപകരും രക്ഷിതാക്കൾക്കും ഒക്കെ ഈ ഒരു സന്ദേശം കൈമാറുക. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് താഴെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ടീനേജേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, സ്കൂളിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് മോർണിംഗ് അസംബ്ലി സമയത്ത് പല കുട്ടികളും ഈ തല കറങ്ങി വീഴാറുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്ന കുട്ടികൾക്കാണ് അധികം സംഭവിക്കുന്നത്. പിന്നെ വെയിലും തുടർച്ചയായിട്ടുള്ള കുറച്ച് സമയത്ത് നിൽപ്പും ഒക്കെ അതിന് കാരണം തന്നെയാണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ ശരിയായ രീതിയിൽ നടക്കില്ല. അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചുരുങ്ങിയ വാക്കുകളിൽ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അഡൽട്സിനും എല്ലാവർക്കും ഇത് ബാധകമാണെങ്കിൽ പോലും ഇത് വിദ്യാർത്ഥികളെ മാത്രം ഉദ്ദേശിച്ചാണ് ഇന്നത്തെ വീഡിയോ. പൊതുവിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ്. ബ്രേക്ക്ഫാസ്റ്റാണ് ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ഒക്കെ പറയുന്നത് ബ്രേക്ക് ദ ഫാസ്റ്റ് എന്നാണ്. അപ്പോൾ ഇതാ ശരിക്കും നമ്മൾ രാത്രി മുഴുവൻ ഫാസ്റ്റാണ്, നോമ്പാണ്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതോടുകൂടിയാണ് ആ നോമ്പ് മുറിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ കുറഞ്ഞ വാക്കുകളിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഇംപ്രൂവ് അക്കാഡമിക് പെർഫോമൻസ്. കുട്ടികളുടെ അക്കാദമിക് ആയിട്ടുള്ള പെർഫോമൻസ് പ്രവർത്തനങ്ങൾ അത് വളരെ ഇംപ്രൂവ് ചെയ്യും. പഠന പ്രവർത്തനങ്ങളിലൊക്കെ അവർ സജീവമായിട്ട് പങ്കെടുക്കാനും അതിൽ കോൺസെൻട്രേഷൻ കിട്ടുവാനും അതിൽ കൂടുതലായിട്ട് നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയുന്നതാണ്. ഉയർന്ന ഗ്രേഡുകൾ കിട്ടും, കുട്ടികൾ മികച്ച നേട്ടങ്ങൾ കൈവരിക്കും. ഇറ്റ് ബൂസ്റ്റ് ബ്രെയിൻ പവർ, അതായത് ബ്രെയിനിൻ്റെ പവർ, ബ്രെയിനിൻ്റെ കഴിവ് കൂട്ടും, ബ്രെയിനിൻ്റെ ഇഫക്റ്റീവ്നെസ് കൂട്ടും എന്നുള്ളതാണ്. എപ്പോഴും ബ്രെയിൻ എപ്പോഴും സജീവമായി നിൽക്കും, എപ്പോഴും അലർട്ടായിട്ട് നിൽക്കും. അതുപോലെ വളരെ പ്രൊഡക്റ്റീവ് ആവും ബ്രെയിന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കുട്ടികൾ ബ്രെയിന് വളരെ പ്രൊഡക്റ്റീവ് ആവും. അതുപോലെ കൂടുതൽ ശ്രദ്ധിക്കുവാനും കൂടുതൽ ഓർമ്മിക്കാനും കഴിയും. നന്നായി ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാൻ കഴിയും, ശ്രദ്ധിച്ച കാര്യങ്ങൾ ഓർമ്മിക്കുവാനും കഴിയും. അപ്പോൾ അറ്റൻഷനും മെമ്മറി പവറൊക്കെ കൂട്ടുന്നതാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് മൂഡ്. നമ്മുടെ മൂഡിനെ ഇംപ്രൂവ് ചെയ്യും. അത് എപ്പോഴും നല്ലൊരു മൂഡിലായിരിക്കും, ഹാപ്പി മൂഡിലായിരിക്കും ഉണ്ടാവുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കുട്ടികൾ. അടുത്ത വളരെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഇറ്റ് ഫീൽസ് മോർ കണക്റ്റഡ്. കൂടുതലായിട്ടും കുട്ടികൾ അവരുടെ അധ്യാപകരുമായിട്ടും അതുപോലെ സ്കൂളിലുള്ള മുതിർന്ന വ്യക്തികളുമായിട്ടൊക്കെ കൂടുതൽ കണക്റ്റഡാണ്, കൂടുതൽ ബന്ധം സ്ഥാപിക്കും, കൂടുതൽ അവർ സോഷ്യലായിട്ട് അവരുമായിട്ട് ഇടപെടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കുട്ടികൾ നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, അതായത് ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നുള്ളതാണ്. അതുപോലെ നമ്മളെ എനർജി ബൂസ്റ്റ് ചെയ്യും, നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കും, നമുക്ക് കുട്ടികൾ നല്ല അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരുമായിട്ട് ഇടപെടാനും മുതിർന്ന ആളുകൾ, സ്കൂളിലെ ടീച്ചേഴ്സും മറ്റു മുതിർന്നവരുമായിട്ടൊക്കെ നല്ലൊരു കണക്ഷൻ സ്ഥാപിക്കാൻ കഴിയും. മെച്ചപ്പെട്ട ഒരു ശാരീരിക ആരോഗ്യം നിലനിർത്താൻ കഴിയും, നല്ലൊരു മൂഡ് നിലനിർത്താൻ കഴിയും. ഇനി നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളത് ചർച്ച ചെയ്യാം. പ്രധാനമായിട്ട് ഗ്രെയിൻസ് ഉൾപ്പെടുത്തണം, ധാന്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം. കാരണം ധാരാളം പ്രോട്ടീൻ നൽകുന്നതാണ് ധാന്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പഴങ്ങളും പച്ചക്കറികളും ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പോഷക മൂലകത്തെക്കുറിച്ച് നമുക്ക് ധാരാളം അറിയാം. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. മിൽക്ക്, അത് പാല് വളരെ നല്ല ഒരു ഐറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കും ടീനേജേഴ്സിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ കഴിയുമെങ്കിൽ പാൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. ഇനി കൂടുതലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും കൈമാറുക, അതുപോലെ അധ്യാപകരും രക്ഷിതാക്കൾക്കും ഒക്കെ ഈ ഒരു സന്ദേശം കൈമാറുക. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.